ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടൊരു 4 മണി വെറൈറ്റി പലഹാരം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പാകമായ നേന്ത്രപ്പഴമാണ്. 2 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇഡ്ഡലി കുക്കർ എടുത്ത് അതിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഈ പഴങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ ഇഡ്ഡലി കുക്കർ അതിന് മീതേക്ക് വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വിസിൽ വരും. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിനാവശ്യമായ ഒരു വലിയ തേങ്ങയാണ് ഞാനിവിടെ ചിരകി മാറ്റി വച്ചിരിക്കുന്നത്. ഇഡ്ഡലി കുക്കറിൽ പുഴുങ്ങാൻ വെച്ച പഴമെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 25 ഗ്രാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ചിരകി വെച്ച നമ്മുടെ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് തീ മീഡിയം ഫ്ലെയിമിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പും 25 ഗ്രാം മുന്തിരിയും ചേർത്ത് കൊടുത്തു. ഒരു 50 ഗ്രാം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് നമുക്കതൊന്ന് തീ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ പഴം ചൂടാറിയത് എടുത്ത് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തെ ഈ അരി പോലത്തെ ഇത് നമുക്ക് മുറിച്ച് മാറ്റിക്കളയാം. എല്ലാ പഴത്തിൻ്റെയും നമുക്ക് ഇങ്ങനെ മുറിച്ച് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ മുറിച്ച് മാറ്റിയ നമ്മുടെ പഴമെല്ലാം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ വെച്ച് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചെടുത്ത് നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഉടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് പഴം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഒന്ന് കട്ടി കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കുഴച്ചതിന് ശേഷം മാറ്റി വെക്കാം. തേങ്ങാ മിക്സ് വാട്ടിയതിലേക്ക് നമുക്ക് നമ്മുടെ പഴം ഉടച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കൈവച്ച് നന്നായി ഉടച്ച് കുഴച്ച് കൊടുക്കാം. കൈവച്ച് നന്നായി ഉടച്ച് കുഴച്ച് നല്ല മാവ് പരുവത്തിലാക്കി നമുക്കിതൊന്ന് 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട അല്ലെങ്കിൽ താറാമുട്ട ഇതുപോലെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 താറാമുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ഏലക്കായും ഇട്ട് പൊടിച്ചെടുത്തത് ഞാൻ ഈ താറാമുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുഴച്ച് വെച്ച നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കി കട്ട്ലറ്റിനെ പരത്തുന്ന പോലെ പരത്തിയെടുത്ത് നമുക്കൊരു പ്ലേറ്റിൽ നിരത്തി വെക്കാം. ഇങ്ങനെ നമ്മുടെ പഴത്തിൽ നിന്ന് കുറേശ്ശെയായി നമുക്ക് എടുത്ത് നമുക്ക് ഇതുപോലെ കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാം. ചൂടായാൽ ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം.
നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് പഴത്തിൻ്റെ കൂട്ട് നമുക്ക് കോഴിമുട്ടയിൽ മുക്കി ഈ നെയ്യിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പഴത്തിൻ്റെ കൂട്ടും നമുക്ക് കോഴിമുട്ടയിൽ മുക്കി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് മാത്രം മതി ഇതൊന്ന് വേവിച്ചെടുക്കാൻ. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം വേണം ഇതൊന്ന് അപ്പുറവും ഇപ്പുറവും മൊരിയിച്ചെടുക്കാൻ. വളരെ രുചികരമായ ഒരു 4 മണി പലഹാരമാണത്. നിങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് അയക്കണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്കൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തരണേ. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ പഴം കൊണ്ടുണ്ടാക്കിയ ഒരു വെറൈറ്റി പലഹാരമാണിത്. നിങ്ങൾ ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കേ, ബൈ ബൈ.